അങ്ങനെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഈ ഒരു നാഷണൽ അവാർഡ്. കാരണം മലയാളത്തിന്റെ മെഗാ സ്റ്റാർ മമ്മൂട്ടിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഷെയർഡ് അവാർഡാണ്. ഷെയർ ചെയ്തിരിക്കുന്നത് കാർത്തിക് ആര്യനും കൂടിയാണ്. മറ്റേ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാർത്തിക് ആര്യന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ചന്തു ചാമ്പ്യൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ വെൽ ഡിസർവ്ഡ് ആയിരുന്നു. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇത് സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ അവഗണനയ്ക്ക് ശേഷമാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അതുപോലെ പിന്നെ നാഷണൽ അവാർഡ് ആയിക്കോട്ടെ, സിവിലിയൻ ബഹുമതി ആയിക്കോട്ടെ, എല്ലാം ഇത്രയും നാളത്തെ എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ കിട്ടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടുന്നത് ഈ പേരൻപ് എന്ന സിനിമ ഓൾറെഡി നാഷണൽ അവാർഡ് വിൻ ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷെ അന്ന് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുത്തു. അത് അത്രയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു അന്ന് 2019. ഓർക്കുന്നുണ്ടാവും. അന്ന് ജൂറി ചെയർമാനൊക്കെ പോയി തെറി വിളിച്ചൊരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പൊ അത്രയും അവഗണനയ്ക്ക് ശേഷമാണ് ഇപ്പോഴാണ് ഏതാണ്ട് 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാഷണൽ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കുന്നത്. വലിയ അഭിമാന നേട്ടമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഹി വെൽ ഡിസർവ്ഡ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പിന്നെ ഈ നാഷണൽ അവാർഡ്, എല്ലാ നാഷണൽ അവാർഡിനകത്തും കോൺട്രവേഴ്സി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ നാഷണൽ അവാർഡിൽ എനിക്ക് വിയോജിപ്പുള്ള 1-2 അവാർഡ് അത് ഇവിടെ മെൻഷൻ ചെയ്യാതെ സാധിക്കത്തില്ല. കാരണം എന്തിനാണ് വീണ്ടും വീണ്ടും ഈ പരിപാടി ഈ ജൂറി അംഗങ്ങൾ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ പ്രാവശ്യം ജൂറി ചെയർമാൻ ഒരു മലയാളിയായിരുന്നു, ജയരാജ്. ഡിസർവിങ് ആയിട്ടുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെയും ഒരു പിന്നെ വേർതിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പുഷ്പ 2 എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സുകുമാറിന് എന്ത് തരം സ്ക്രീൻ പ്ലേ ആണ്? 450 കോടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയല്. ആ സീരിയലിന്റെ സ്ക്രീൻ പ്ലേക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തേക്കുന്നത്. ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേറെ ബാക്കിയുള്ള നിങ്ങൾ ഈ ലിസ്റ്റിൽ പറയുന്ന ബാക്കിയുള്ള എല്ലാ സിനിമകളും പുഷ്പ 2-നെക്കാട്ടിലും എന്തുകൊണ്ടും ഡിസർവിങ് ആണ്. അതിനൊന്നും കൊടുക്കാതെ ഈ കൂതറ എന്ന് വെച്ചാൽ ഇത്രയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട ഒരു സിനിമ, ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തേക്കുന്നു. അതുപോലെ പുഷ്പ 2 അത് മാത്രമല്ല ഉള്ളത്, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ അവാർഡും പുഷ്പ 2-നാണ് കൊടുത്തേക്കുന്നത്. മറ്റേ അല്ലു അർജുനെ സാരി ഉടുപ്പിച്ചതിന്. എന്ത് തരം പൊളിറ്റിക്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. പുഷ്പ 2-നെയൊക്കെ അവാർഡിൽ നിന്ന് ചവിട്ടി തള്ളിക്കളാണ്. അത്രയ്ക്കും ഒരു മോശം സിനിമ, ഒരു കൂതറ സിനിമയായിരുന്നു പുഷ്പ 2. എന്നിട്ട് അതിനൊക്കെ അവാർഡ് കൊടുത്തേക്കുന്നു. ഇതിന്റെ പിന്നിലൊക്കെ എന്ത് പൊളിറ്റിക്സ് ആണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറെയൊക്കെ ഇപ്പൊ അമരന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൽക്കിക്ക് എന്തുകൊണ്ടാണ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കൊടുക്കാഞ്ഞത്? കൽക്കി അതുപോലെ തന്നെ കോസ്റ്റ്യൂംസും ആ ഡിസ്റ്റോപ്പിയൻ വേൾഡിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് അതിനൊക്കെ അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു. അതിന് വരെ പുഷ്പ 2 എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. പുഷ്പ 2-നൊക്കെ എടുത്ത് തോട്ടിക്കളയണം. അതുപോലെ ബ്രഹ്മയുഗത്തിന് ഈ ഒരു മികച്ച നടനുള്ള അവാർഡ് മാത്രമല്ല, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിയും ബ്രഹ്മയുഗത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതും വെൽ ഡിസർവിങ് ആണ്. കാരണം ഒന്നാമത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കകത്ത് അത്രയേറെ പണിയെടുത്താൽ മാത്രമേ ആ ഒരു ഓരോ സീനും ഓരോ ഷോട്ടും നമ്മളിലേക്ക് എഫക്റ്റീവായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു കാര്യത്തിലും ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ വെൽ ഡിസർവിങ് ആണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ചുള്ള മറ്റൊരു അവാർഡ് എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മി മറ്റേ AR റഹ്മാനകത്ത് പാടിയ ആ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള അവാർഡ്. അതും വെൽ ഡിസർവിങ് ആയിട്ടാണ്. മികച്ച മലയാളം സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ആ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തുള്ള സിനിമയാണെന്നുള്ളതൊന്നും. നല്ല സിനിമയാണെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും അങ്ങനെ പോകുന്നു. ഒരുപക്ഷെ മലയാളി പിന്നെ ജൂറി ചെയർമാൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയെങ്കിലും കുറച്ചൊക്കെ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. വല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വല്ല ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഈ പുഷ്പ 2 ഒക്കെ മിക്കവാറും താഴത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡും പിടിച്ച് നിൽക്കുന്ന കണ്ടേനെ. മിക്കവാറും ശ്രീവലിക്കും കൊടുക്കുമായിരിക്കും മികച്ച നടിക്കുള്ള അവാർഡ്. അവരൊക്കെ കുറെ ആശിച്ചായിരുന്നല്ലോ. ഇപ്പൊ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നോ ആർക്കറിയാം. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ ഷാറൂഖ് ഖാനൊക്കെ എടുത്ത് ജവാനൊക്കെയാണോ പിന്നെ അഭിനയം, ജവാന് വേണ്ടിയിട്ടൊക്കെയാണോ പിന്നെ ഇത് കൊടുക്കുന്നത്? അത് എന്ത് തരം പൊളിറ്റിക്സ് ആണെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, എന്തായാലും ഇപ്രാവശ്യത്തെ അവാർഡ് മികച്ച നടനുള്ള അവാർഡ് വെൽ ഡിസർവിങ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണ്.